അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് UK ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഇവിടെ രാജ്യത്തിൻ്റെ കോണുകളിൽ നിന്നും അതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതിഥികൾ ഇതിൽ പങ്കെടുക്കാനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും വന്നു, ഇനിയും വരാനുണ്ട്. ഇവരെല്ലാവരും ഹദരത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിൻ്റെ ആണ് അതിഥികൾ. ഇവരെല്ലാവരും ഒരു പ്രത്യേക ദീനീ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അതിനായാണ് വരുന്നത്. അതിനാൽ ഈ അതിഥികളുടെ അതിഥി സൽക്കാരത്തിനും പ്രത്യേക സ്ഥാനമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജൽസ സാലാന നടക്കുന്ന ലോകത്തെ ഏത് രാജ്യത്തായാലും അവിടെയുള്ള കുട്ടികളും യുവജനങ്ങളും സ്ത്രീ പുരുഷന്മാരും എല്ലാവരും തന്നെ തങ്ങൾ ജൽസയിൽ അതിഥികളുടെ സേവനം ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തികഞ്ഞ ബോധമുള്ളവരാണ്. അതിനായി എല്ലാവരും തങ്ങളെ വോളണ്ടിയർമാരായി, അതായത് സന്നദ്ധ സേവകരായി സ്വയം സമർപ്പിച്ചു വരുന്നവരാണ്. ഇന്ന് ലോകത്തുള്ളവരുടെ മുൻഗണനകൾ, പ്രയോറിറ്റീസൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി അഹമ്മദിയാക്കളായ ആത്മാർത്ഥരായ ജമാഅത്ത് അംഗങ്ങൾ ഹദരത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിൻ്റെ അതിഥികളുടെ സേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ആബാല വൃദ്ധം ജനങ്ങൾ, അതുപോലെ വിവിധ ജോലികളിൽ ഏർപ്പെട്ട, ഭൗതിക ജോലികളിൽ ഏർപ്പെട്ട ആളുകൾ തങ്ങളുടെ ജോലികളിൽ നിന്നൊക്കെ ലീവ് എടുത്തുകൊണ്ട് സ്വയം സേവനത്തിനായി സമർപ്പിക്കുന്നു. ഇവർ അള്ളാഹു നമുക്ക് അതിഥികളുടെ സേവനവും ബഹുമാനവും ആദരവും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് ഉത്തമ ബോധമുള്ളവരാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കർമ്മം കൊണ്ടും വാക്കുകൊണ്ടും ഈ കാര്യത്തിന് പ്രത്യേകമായി ഊന്നൽ നൽകിയിട്ടുണ്ട്, പ്രേരണ നൽകിയിട്ടുണ്ട്. ഹദരത്ത് മസീമോദ് അലൈഹി ഇസ്ലാം ഈ ഭാഗത്തേക്ക് ആവർത്തിച്ച് ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാത്രക്കാർക്ക് അവരുടെ അവകാശം നൽകുവിൻ. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഹദരത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അതിഥികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അതിഥികളെ കണ്ട് അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചില്ല, മറിച്ച് ഉടൻ തന്നെ ഒരു പശുക്കുട്ടിയെ അറുക്കുകയും അത് ചുട്ടതിന് ശേഷം അതിഥികളുടെ മുന്നിൽ സമർപ്പിക്കുകയുമാണ് ചെയ്തത്. അതുപോലെ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും ഖയാമത്ത് നാളിലും വിശ്വസിക്കുന്നവൻ അതിഥിയുടെ ന്യായമായ അവകാശം നിറവേറ്റുന്നവനാണ്, അവനത് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു, ഈ ന്യായമായ അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പകലും രാവുമുള്ള അതിഥി സൽക്കാരമാണ് ന്യായമായ അവകാശം. മറ്റൊരു സ്ഥലത്ത് 3 ദിവസം വരെ അതിഥി സൽക്കാരം ചെയ്യുക എന്നും വന്നിട്ടുണ്ട്. ഇത് പ്രത്യേക അതിഥികൾക്ക് വേണ്ടിയുള്ളതാണ്. സാധാരണയായി വീട്ടിൽ വരുന്ന അതിഥികൾ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. പൊതുവെ ആരെങ്കിലും അതിഥിയായി വന്നാൽ അതിഥി സൽക്കാരം ചെയ്യേണ്ടതുണ്ട്. ഇതാണ് മുസ്ലിങ്ങൾക്കുള്ള പൊതു കൽപ്പന. ഇന്നത്തെ കാലത്ത് ജലസയുടെ ദിവസങ്ങളിൽ വരുന്ന അതിഥികൾ ദൂര ദേശങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് വരുന്നവരാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുമുണ്ട്. ഇവർ 3 ദിവസത്തിൽ കൂടുതലും ഇവിടെ തങ്ങും. ജമാഅത്തിൻ്റെ സംവിധാനത്തിന് കീഴിൽ ഇവർ എത്ര ദിവസങ്ങൾ തങ്ങിയാലും 3-4 ആഴ്ചകൾ വരെ, അല്ലെങ്കിൽ 2-3 ആഴ്ചകൾ വരെ ജമാഅത്ത് ഇവരെ സൽക്കരിക്കുന്നു. അതിനായി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജമാഅത്തിൻ്റെ പക്കൽ ഇവരെ അതിഥി സൽക്കാരം ചെയ്യുന്നതിനായി ഇത്രയും വലിയ സംഖ്യയിൽ പ്രവർത്തകർ ലഭ്യമാണ്. അവർ ശമ്പളം വാങ്ങുന്ന പ്രവർത്തകരല്ല, പെയ്ഡ് ആയിട്ടുള്ള സർവീസ് ചെയ്യുന്നവരല്ല. 3-4 ആഴ്ചകളോളം വോളണ്ടിയർമാരായിട്ട് സ്വയം സമർപ്പിതരായി വന്നവരാണ്. മാത്രമല്ല ഇവിടെ UK ഇപ്പോൾ അതിഥി സൽക്കാരത്തിന് ഉള്ള വലിയ വിപുലമായ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. വർഷം മുഴുവനും ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ലങ്കർ പ്രവർത്തന സജ്ജമാണ്. ആ ലങ്കറിൽ സേവനത്തിനായി വരുന്നവരിൽ സ്വന്തം ബിസിനസ്സുകളുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ ചിലർക്ക് സ്വന്തം റെസ്റ്റോറൻറ്റുകളുണ്ട്, ചിലരുടേത് കാറ്ററിംഗ് ബിസിനസ്സുകളാണ്. അവരെല്ലാം തന്നെ വർഷം മുഴുവൻ അതിഥികളെ സേവിക്കുന്നതിനായി കുറച്ച് സമയം സമർപ്പിക്കുന്നു. ഈ പ്രത്യേകത ഇപ്പോൾ UK ജമാഅത്തിന് ലഭിക്കുന്നതിനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഖിലാഫത്ത് ഉള്ളതാണ്. കാലത്തിൻ്റെ ഖലീഫയുടെ സാന്നിധ്യം കാരണത്താൽ ആളുകളുടെ ഇങ്ങോട്ടുള്ള വരവും വളരെ കൂടുതലാണ്.
അക്കാരണത്താൽ അതിഥി സൽക്കാരവും അനിവാര്യമായി വരുന്നു. പൊതുവായ അതിഥി സൽക്കാരം ഇവിടെ തുടരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് അംഗങ്ങൾ വളരെ ഭംഗിയായി അതിഥി സൽക്കാരം ചെയ്യുന്നുണ്ട്. അള്ളാഹു ഇവർക്കെല്ലാവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് പുറമെ ഔദ്യോഗികമായി വോളണ്ടിയർമാരായി പോലും ആളുകൾ വലിയ സേവനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ആകയാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ജൽസയുടെ ദിവസങ്ങളിൽ നാം പ്രത്യേകം അതിഥികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിഥിയെ പൂർണ്ണമായും ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം അത് നമ്മുടെ ഈമാന്, നമ്മുടെ വിശ്വാസത്തിന് അത്യന്താപേക്ഷിതമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള ഈമാന് അവിഭാജ്യമായ ഘടകമാണ്. ഒരു മൂമിൻ അതിഥി സൽക്കാരം ചെയ്യുന്നവനാണ്. സത്യവിശ്വാസിയുടെ പ്രത്യേകത, അവൻ അതിഥി സൽക്കാരം ചെയ്യുന്നു, അവൻ സൽസ്വഭാവിയാണ്, നല്ല സ്വഭാവത്തോടു കൂടി അതിഥികളോട് പെരുമാറുന്നവനാണ് എന്നതൊക്കെയാണ്. ഇതൊക്കെ ഈമാന്റെ നിബന്ധനകളാണ്. അതിനാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ആയിരക്കണക്കിന് വോളണ്ടിയർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പദവിയാണിത്. അവരിൽ പെൺകുട്ടികളുമുണ്ട്, സ്ത്രീകളുമുണ്ട്, ആൺകുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്നുണ്ട്, മുതിർന്ന പ്രായമുള്ളവരും ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ ഇവർക്കെല്ലാവർക്കും ഈ ഒരു മഹത്തായ പദവി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അവർ എപ്പോഴും ഈ കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്റ്റാറ്റസ്, ഈ പദവിയുടെ കടമകൾ അവർ എപ്പോഴാണ് നിറവേറ്റുക? അതിഥി സൽക്കാരത്തിൻ്റെ അവകാശം നിറവേറ്റുമ്പോഴാണ് അത് സാധ്യമാവുക. ഓരോ അതിഥിയോടും വളരെ ബഹുമാനാദരങ്ങളോടെ പെരുമാറുക, സൽസ്വഭാവത്തോടു കൂടി പെരുമാറുക, അവരുടെ വികാരങ്ങളെ മാനിക്കുക. ഹജറത്ത് മസീഹ് ഇസ്ലാം പ്രസ്താവിക്കുകയുണ്ടായി, അതിഥിയുടെ വികാരങ്ങൾ വളരെ ലോലമാണ്, വളരെ സെൻസിറ്റീവാണ്. അതിനാൽ അവരെ എപ്പോഴും പരിഗണിക്കേണ്ടതാണ്. അതിനാൽ നമ്മൾ ഈ കാര്യം ഒരിക്കലും വിസ്മരിക്കാവതല്ല. നമ്മൾ അതിഥികളെ എല്ലാവിധേനയും സേവിക്കേണ്ടതുണ്ട്. നമ്മൾ സ്വയം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനായി ഈ കടമ നിർവഹിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഈ സേവനത്തിന് പകരമായി അള്ളാഹു നമ്മിൽ തൃപ്തനാകുകയും ചെയ്യുന്നതാണ്. സാധ്യമാകുന്നിടത്തോളം മുഹമ്മദ് നബിയുടെ മസീഹിൻ്റെ അതിഥികളുടെ സേവനത്തിൻ്റെ അവകാശം അങ്ങനെ നമുക്ക് നിറവേറ്റാൻ കഴിയും. അതിഥി സൽക്കാരം നടത്തുന്ന നമ്മുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ ജൽസയുടെ ക്രമീകരണങ്ങൾ എന്നിവയാൽ പുറത്തുനിന്ന് വരുന്ന, ജമാഅത്തിൽ നിന്ന് പുറത്തുള്ള അമുസ്ലിങ്ങളായ അതിഥികളും വളരെ ആകൃഷ്ടരാകാറുണ്ട്. ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ ഭക്ഷണം തയ്യാറാക്കപ്പെടുന്നതും വോളണ്ടിയർമാർ ഭക്ഷണം പാകം ചെയ്യുന്നതും കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. പിന്നെ ഒരു ക്രമീകരണത്തിന് കീഴിൽ അവർക്ക് ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്നുണ്ട്, അവരെ സേവിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന പ്രവർത്തകരുടെ ഒരു വലിയ സെറ്റപ്പ് തന്നെയുണ്ട്, വലിയ സംവിധാനം തന്നെയുണ്ട്. ട്രാഫിക്കിൻ്റെ സംവിധാനമുണ്ട്, ഭക്ഷണം കഴിപ്പിക്കുന്നതിൻ്റെ സംവിധാനമുണ്ട്, ശുചീകരണത്തിൻ്റെ സംവിധാനമുണ്ട്, പാകം ചെയ്യുന്ന സംവിധാനമുണ്ട്, വെള്ളം വിതരണം ചെയ്യുന്ന സംവിധാനമുണ്ട്. ചുരുക്കത്തിൽ എണ്ണമറ്റ വകുപ്പുകൾ പ്രവർത്തന നിരതമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൻ്റെ വോളണ്ടിയർമാർ ഇവയിൽ ജോലിയും സേവനവും അനുഷ്ഠിക്കുന്നു. അവർ സേവനം ചെയ്യുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ മികച്ച രീതിയിൽ സേവനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആളുകൾ ഇത് കണ്ട് വളരെ പ്രഭാവിതരാകുന്നു. ഇതും തബ്ലീഗിൻ്റെ ഒരു മാർഗമാണ്. അതിനാൽ ഇവിടെ വരുന്ന ഓരോ പ്രവർത്തകനും അവരിൽ ചിലർ പഴയവരും പരിചയസമ്പന്നരുമാണെങ്കിൽ ചിലർ പുതിയവരാണ്. നിങ്ങൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അതിഥികളുടെ സേവനത്തിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് എപ്പോഴും ഓർമ്മിക്കണം. ആയതിനാൽ ഈ ആതിഥേയത്വത്തിൻ്റെ കടമകൾ നിറവേറ്റുന്നതിന് പൂർണ്ണമായും ശ്രമിക്കുക. അതിഥിയോടുള്ള കടമകൾ പൂർണ്ണമായും നിറവേറ്റുക. ഇത് നിങ്ങളുടെ ഈമാന് അത്യന്താപേക്ഷിതമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ ഏത് പരിധിവരെ സേവിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നാൽ ഒരു നിവേദനം ഇപ്രകാരം വന്നിട്ടുണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളുടെ സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഹാഫിസ് ഹാമിദ് അലി സാബ് ലങ്കറിലെ അതിഥികളെ ശ്രദ്ധിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടപ്പോൾ മസീഹ് ഇസ്ലാം
അതിഥികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തിന് താക്കീത് നൽകുകയുണ്ടായി, പ്രത്യേക നിർദ്ദേശം നൽകുകയുണ്ടായി. സാധാരണ ദിവസങ്ങളിലും അതിഥികളുടെ പദവിക്കനുസരിച്ച് അവരുടെ സേവനം ചെയ്യാനും നിർദ്ദേശമുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സാധാരണ ദിവസങ്ങളിൽ ജമാഅത്തിലേക്ക് വരുന്ന അതിഥികളെ ജമാഅത്തിന് സാധ്യമാകുന്ന സാമ്പത്തിക സ്രോതസ്സുകളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സേവിക്കാറുണ്ട്. എങ്കിലും ജൽസയുടെ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ സാധിക്കില്ല. കാരണം ഇവിടെ ഒരു പൊതുവായ ഒരു അതിഥി സൽക്കാരമാണ് ഉണ്ടാകുക, എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. അതിനാൽ ഇതിലും വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തേണ്ടതുണ്ട്. ഒരു സഹാബി പറയുന്നു, 1902 തോന്നുന്നു, ഞാൻ ഏമനാബാദിൽ നിന്നും കാദിയാനിലേക്ക് വന്നപ്പോൾ ആ വരുന്ന യാത്രയിൽ ലാഹോർ സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അവിടെ വെച്ച് എനിക്ക് ഒരു സുഹൃത്തിനെ ലഭിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി കാദിയാനിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ വളരെയധികം മഴ പെയ്തുകൊണ്ടിരുന്നു. ബട്ടാലയിൽ എത്തിയപ്പോൾ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ അവിടെ ഇറങ്ങി കുതിരവണ്ടിയോ കാളവണ്ടിയോ വാടകയ്ക്ക് എടുത്ത് കാദിയാനിലേക്ക് പുറപ്പെട്ടു. കാദിയാൻ അടുത്തെത്തിയപ്പോൾ ആ സമയം മഴ നിന്നു. അവർ പറയുന്നു, ഞങ്ങൾ ദാറുലമാനിലെത്തി. ഞങ്ങളുടെ വരവിൽ ഞങ്ങൾ രണ്ടുപേർക്കും ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു മുറിയിൽ സ്ഥലം ലഭിച്ചു. ആ സംഭവം വിവരിക്കുന്ന ദിവസങ്ങളിൽ ആ മുറി ബുക്ക് ഷോപ്പായി ആയിരുന്നു ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പറഞ്ഞു, ഈ ബുക്ക് ഷോപ്പിൻ്റെ മുറിയിലാണ് താമസിക്കാൻ വേണ്ടി സ്ഥലം കിട്ടിയത്. അദ്ദേഹം പറയുന്നു, രാവിലെ പ്രാതലിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് വളരെ മികച്ച ഭക്ഷണം കഴിക്കാൻ തന്നു. ഭക്ഷണവും വളരെ വിഭവസമൃദ്ധമായിരുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാം ഷാസാവിനോട്, അതായത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അതിഥിയോട് കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു, താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് അതിഥികളോടും അതുപോലെ അദ്ദേഹം സ്ഥിരമായി ചോദിക്കാറുണ്ടായിരുന്നു. അതിനാൽ മസീഹ് ഇസ്ലാം അതിഥികളെ വളരെ വലിയ തോതിൽ അങ്ങേയറ്റത്തെ നിലയിൽ ബഹുമാനിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഭേരയിലെ മൻസൂർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, എൻ്റെ ബഹുമാന്യനായ പിതാവ് വളരെ പഴയ അഹമ്മദിയാണ്. 1894 അദ്ദേഹം തൻ്റെ മാതാവിനോടൊപ്പം ആണ് ആദ്യമായി ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിനെ കാണാനായി കാദിയാനിൽ വന്നത്. മാതാവിനോടൊപ്പമാണ് ബയ്യത്തും ചെയ്തത്. ഖലീഫത്തുൽ മസീഹ് അവൽ എൻ്റെ പിതാമഹൻ്റെ അടുത്ത് നിന്ന് കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നു. എൻ്റെ ഉപ്പാപ്പ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പാപ്പയുടെ മൂന്നാമത്തെ ഭാര്യ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവലിൻ്റെ മാതാപിതാക്കൾ എടുത്തു വളർത്തിയ സഹോദരിയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിച്ചു, ആ കാലഘട്ടത്തിൽ വന്നതിനെ കുറിച്ചുള്ള വല്ല സംഭവം ഓർമ്മയിലുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 8 ആളുകൾ ഒരു ദിവസം മസീഹ് ഇസ്ലാമിനോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി മസ്ജിദ് മുബാറക്കിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം മസ്ജിദ് മുബാറക്കിൻ്റെ പണിത ആദ്യത്തെ ഘട്ടത്തിലായിരുന്നു അത്. അവിടെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി, പള്ളിയിലായിരുന്നു ഇരുത്തിയിരുന്നത്. വേറെ പ്രത്യേകം സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് അതിഥികളെ ഇരുത്തി ഭക്ഷണം നൽകാറുണ്ടായിരുന്നത്. അവിടെ ഒരു സഫിൽ 8 പേർക്ക് നിൽക്കാൻ ഉള്ള സ്ഥലമുണ്ടായിരുന്നു. അത് ഖലീഫത്തുൽ മസീഹ് അവലും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, 2 തരം ഇറച്ചിക്കറിയും ഭക്ഷണത്തിൽ വിളമ്പിയിരുന്നു. വീട്ടിൽ നിന്നും പാകം ചെയ്താണ് ഭക്ഷണം വരാറുണ്ടായിരുന്നത്. ഹദരത്ത് മസീഹ് ഇസ്ലാം തൻ്റെ കറിയിൽ നിന്ന് ഇടയ്ക്കിടെ ഇറച്ചി കഷ്ണം എടുത്ത് മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. അതായത് പ്ലേറ്റിൽ കറി ഒഴിക്കുമ്പോൾ ഇറച്ചി കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് അവലിനെ കുറിച്ചും പറഞ്ഞത്, അദ്ദേഹം ഇത് കണ്ട് അതിഥികളുടെ സൽക്കാരത്തിനായി മസീഹ് ഇസ്ലാമിനെ അനുകരിച്ചുകൊണ്ട് ഇറച്ചി മറ്റുള്ളവർക്ക് പങ്കുവെക്കുമായിരുന്നു. ചിലപ്പോൾ അതിഥികൾ വല്ലതിനെയും കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. പ്രത്യേക ആഗ്രഹവും പ്രകടിപ്പിക്കാറുണ്ട്. ഒരിക്കലും ഒരു അതിഥി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു, എനിക്ക് മാങ്ങ കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്, ഭക്ഷണത്തോടൊപ്പം മാമ്പഴം കഴിക്കണമെന്ന് ചിന്ത. മസീഹ് ഇസ്ലാം പറഞ്ഞു, വളരെ നല്ല ചിന്തയാണല്ലോ എന്ന്. അപ്പോൾ അവിടെ ഇരുന്ന മറ്റാരോ അതിഥികൾപ്പെട്ട അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള ആരോ പറഞ്ഞു, ഞാൻ പോയി മാർക്കറ്റിൽ നിന്ന് ഉടൻ തന്നെ മാങ്ങ വാങ്ങി വരാം. മസീഹ് ഇസ്ലാം പറഞ്ഞു, വേണ്ട, ആവശ്യമില്ല, താങ്കൾ ഇരുന്നു കൊള്ളുക. അല്പസമയത്തിന് ശേഷം ഒരു പാർസൽ അവിടെ വന്നു. അതിൽ ആ പാർസൽ ആരോ അയച്ച മാമ്പഴം ഉണ്ടായിരുന്നു. 8 മാമ്പഴം കൃത്യമായി ഉണ്ടായിരുന്നു. ആളുകളും അവിടെ 8 പേരായിരുന്നു.
വന്ന പാർസലിലും മാമ്പഴങ്ങൾ 8 എണ്ണം ഉണ്ടായിരുന്നു. മസീഹ് ഇസ്ലാം ഓരോ മാങ്ങയും ഓരോരുത്തർക്കായി നൽകി. തനിക്ക് തൻ്റെ പങ്കിൽ ലഭിച്ച മാങ്ങയും മുറിച്ച് ആളുകൾക്ക് തന്നെ കൊടുത്ത് അങ്ങനെ അതിഥി സൽക്കാരം നല്ല നിലയിൽ നിർവഹിക്കുകയുണ്ടായി. അതുപോലെ മലയർകോട്ടലയിലെ ഹദരത്ത് ബദറുദ്ദീൻ സാഹിബ് പറയുന്നു, ഒരു ദിവസം ഈ ഉള്ളവൻ തൻ്റെ പിതാവിനോടൊപ്പം ബോർഡിങ്ങിലെ കിണറിൽ നിന്നും വെള്ളം കോരുകയായിരുന്നു. രാത്രി 9 മണിയായിരുന്നു. ഇശ നമസ്കാരവും കഴിഞ്ഞിരുന്നു. മസീഹ് ഇസ്ലാം തൻ്റെ കയ്യിൽ പാലും ഡബിൾ റൊട്ടിയും അടങ്ങിയ ഒരു പാത്രവുമായി കിണറ്റിൻകരയിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു, ബാബാജി, ഏതെങ്കിലും അതിഥി പട്ടിണി കിടക്കുന്നുണ്ടോ? അപ്പോൾ പിതാവ് പറഞ്ഞു, ഹുസൂർ, മിയാ നജുമുദ്ദീൻ എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ച് വന്നതാണ്, എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ മസീഹ് ഇസ്ലാം പറഞ്ഞു, ശരി, എന്നാൽ എന്നോടൊപ്പം വരൂ. അപ്പോൾ ഞങ്ങൾ പിതാവും മകനും മസീഹ് ഇസ്ലാമിനോടൊപ്പം ചെന്നു. അതിഥി മന്ദിരത്തിൽ ചെന്ന് അതിഥികളോട് അന്വേഷിച്ചപ്പോൾ ആരും ഭക്ഷണം കഴിക്കാതായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പറയുന്നു, അവിടെ ഷേർ മുഹമ്മദിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ആ സമയം അത് തുറന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വ്യക്തി പറഞ്ഞു, ഹുസൂർ, എനിക്ക് പാലും ഡബിൾ റൊട്ടിയും കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം ആ പാത്രം അയാൾക്ക് നൽകി. ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കൈകളിലൂടെ അള്ളാഹു അയാൾക്ക് ഭക്ഷണം നൽകാൻ ഉദ്ദേശിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമുണ്ടായിരുന്നു. അതിഥികൾക്ക് ഭക്ഷണം നൽകാൻ പോകൂ എന്ന് അള്ളാഹു മസീഹ് ഇസ്ലാമിൻ്റെ മനസ്സിൽ ബോധോദയമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ആ അതിഥിയുടെ സേവനത്തിനായി അത് കൊണ്ടു ചെല്ലുകയും ചെയ്തു. അതുപോലെ ഇത്തരം നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സാധാരണ അവസ്ഥകളിലും അദ്ദേഹം അതിഥി സൽക്കാരം നല്ല നിലയിൽ നിർവഹിക്കാറുണ്ടായിരുന്നു. കാരണം അതിഥിയെ ആദരിക്കുന്നതിൻ്റെയും ബഹുമാനിക്കുന്നതിൻ്റെയും പരാമർശം ഖുറാനിലുണ്ട്. വിശന്നവന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ആവശ്യമുള്ളവന് അഗതിക്ക് ഭക്ഷണം നൽകുന്നതിന് പരാമർശമുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ പെട്ടതാണ്. അതുപോലെ ഹദരത്ത് ഡോക്ടർ ഹഷ്മത്തുള്ള സാഹിബ് തൻ്റെ ഒരു സംഭവം വിവരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ജൽസയുടെ അവസരത്തിൽ ഒരു രാത്രി ജമാഅത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ യോഗത്തിലേക്ക് ഞാൻ പോകുകയായിരുന്നു. മഗ്രിബിൻ്റെ ഇഷയുടെയും ശേഷം ഉള്ള വിവിധ ഭാരവാഹികളുടെ മീറ്റിംഗ് നടന്നിരുന്നു. അദ്ദേഹം പറയുന്നു, മഗ്രിബ് നമസ്കാരത്തിനും ഇഷ നമസ്കാരത്തിന് ശേഷം മസ്ജിദ് മുബാറക്കിൽ മീറ്റിംഗ് നടക്കേണ്ടതായിരുന്നു. സമയം വളരെ കുറവായിരുന്നു. അതിനാൽ ഞാൻ പറഞ്ഞു, ഭക്ഷണം ഞാൻ വന്നിട്ട് കഴിച്ചോളാം. എന്നാൽ എനിക്ക് ആ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ 8 മണിക്ക് ശേഷം ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും അദ്ദേഹം പറയുന്നു, ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വമായിരുന്നതിനാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സമയമില്ല, പിന്നീട് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. മീറ്റിംഗ് അവസാനിച്ചപ്പോൾ രാത്രി വളരെ വൈകി. ലങ്കർഖാനിൽ ഞാൻ എത്തിയപ്പോൾ ആ സമയം 11 മണിയായിരുന്നു. എനിക്ക് വളരെ ശക്തമായ വിശപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ജമാഅത്തിലെ ആളുകളുടെ അടുത്ത് ചെന്ന് അവിടെ ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു. അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നു, ആ സമയം ഭക്ഷണം തീർന്നു പോയിട്ടുണ്ട്. ഒരു സുഹൃത്ത് പോയി അവിടെയുള്ള തളിയിൽ നിന്നും ഒരു റൊട്ടി കഷ്ണം എടുത്തുകൊണ്ട് വന്നു. ലങ്കർഖാന അടച്ചു പൂട്ടിയിരിക്കുന്നു, ഈ കഷ്ണം കഴിച്ച് ഇത് കഴിച്ചു കൂടുക എന്ന് പറഞ്ഞു. അതിനാൽ അദ്ദേഹം പറഞ്ഞു, ഞാനും ആ കഷ്ണം ചവക്കാൻ തുടങ്ങി. ആ കഷ്ണം അവസാനിക്കുന്നതിന് മുമ്പ് മുറിയുടെ വാതിൽ ആരോ ശക്തമായി മുട്ടുന്നതായി കേട്ടു. ആരോ വാതിൽ പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അതിഥി പട്ടിണി കിടക്കുന്നുണ്ടോ, ഭക്ഷണം കഴിക്കാത്ത ഏതെങ്കിലും അതിഥി ഉണ്ടോ എന്ന് ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള അതിഥി ആരെങ്കിലും ഉണ്ടെങ്കിൽ ലങ്കർഖാനയിൽ പോയി ഭക്ഷണം കഴിക്കാം എന്ന ശബ്ദം കേട്ടു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എന്നെ കൊണ്ട് പുറത്തേക്ക് പോയി ലങ്കറിൽ പോയി അവിടെ ഉണ്ടായിരുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് കഴിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, പിറ്റേ ദിവസം പകൽ 10 മണിക്ക് ഹദരത്ത് മസീഹ് ഇസ്ലാം മസ്ജിദ് മുബാറക്കിൻ്റെ ആ ചെറിയ കോവണിയുടെ വാതിൽക്കൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ കുറച്ച് യുവാക്കൾ തെരുവിൽ മസീഹ് ഇസ്ലാമിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നതായും കണ്ടു. മസീഹ് ഇസ്ലാം അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹദരത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബും അവിടെ സന്നിഹിതനായിരുന്നു. മസീഹ് ഇസ്ലാം വളരെ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിഥിയുടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ മികച്ചതായിരിക്കണം. കാരണം രാത്രി എനിക്ക് അള്ളാഹു ഇൽഹാം ഇറക്കിയിരുന്നു, യാ അയ്യുഹ നബിയു അത്തൈമിൽ ജായ വൽ മോത്തർ, അതായത് അല്ലയോ പ്രവാചക, വിശന്നവനും ചോദിക്കുന്നതിനുമായ ആളുകൾക്ക് ഭക്ഷണം നൽകുക.
അങ്ങനെ പാതിരാത്രിയിൽ എന്നെ ഉണർത്തിയത് ആ ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. രാത്രി എൻ്റെ വാതിലിൽ ആരോ മുട്ടിയതും എനിക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയതും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ അള്ളാഹു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളെ അയച്ചതെന്ന് മനസ്സിലായി. അതായത് ഇത്തരക്കാർ അള്ളാഹുവിൻ്റെ പ്രിയജനങ്ങളായിരുന്നു, സജ്ജനങ്ങളായിരുന്നു. അവരുടെ വിശപ്പിൻ്റെ ബുദ്ധിമുട്ട് അള്ളാഹുവിന് പോലും അനുഭവിച്ചറിഞ്ഞിരുന്നു. അള്ളാഹുവിന് പോലും അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. പിന്നീട് തൻ്റെ പ്രവാചകന് അക്കാര്യം അറിയിക്കുകയും ചെയ്തു. അവിടെ അതിനുള്ള ഒരു സംവിധാനമുണ്ടായി. ദൈവിക സംവിധാനം മസീഹ് ഇസ്ലാമിൻ്റെ കാലത്തുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ജലസയുടെ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൈകി വരുന്ന അതിഥികളുണ്ടാകും. ചിലപ്പോൾ രാത്രിയിൽ ദൂര സ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നും യാത്ര ചെയ്ത് വന്നവരായിരിക്കും. ചിലപ്പോൾ ഫെറി വൈകിയിട്ടുണ്ടാകും, ചിലപ്പോൾ വിമാനം വൈകിയിട്ടുണ്ടാകും, ചിലപ്പോൾ യാത്രയിലുള്ള ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി വൈകിയതായിരിക്കാം. അവർക്കും ഭക്ഷണത്തിലുള്ള സംവിധാനം ഉണ്ടാകണം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഭക്ഷണം പറ്റിയതായിരിക്കരുത്, കേടുള്ള ഭക്ഷണമായിരിക്കരുത്. കാരണം ചൂടുകാലമാണ്, ഭക്ഷണം പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പഴകിയ ഭക്ഷണം കഴിപ്പിക്കരുത്. അങ്ങനെ കഴിപ്പിച്ചാൽ പിന്നീട് അതിൻ്റെ ഫലമായി രോഗിയായി മാറുന്നതായിരിക്കും. അതിഥി സൽക്കാരത്തിൽ ഇക്കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മികച്ചതും നല്ലതുമായ ഭക്ഷണം തന്നെ കഴിപ്പിക്കണം. ഒരിക്കൽ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി, അതിഥികൾക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിപ്പിക്കുക. അതായത് ജലസയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. യാതൊരു വിധ വകതിരിവുകളും ഉണ്ടാകരുത്, വേർതിരിവുകൾ പാടരുത്, അത് ഉണ്ടാകരുത്. അതുകൊണ്ട് ഖാജ സാഹിബോ മറ്റോ പറഞ്ഞു, ഇവിടെ വരുന്നവരിൽ ചിലർ പരമദരിദ്രരാണ്. അവർക്ക് സ്വന്തം വീട്ടിൽ പരിപ്പ് കറി പോലും ലഭിക്കാറില്ല. ചമ്മന്തിയൊക്കെ കൂട്ടി, ചട്നി കൂട്ടിയായിരിക്കും റൊട്ടി കഴിക്കാറുള്ളത്. അവർക്ക് ഇവിടെ പരിപ്പ് കറി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഇങ്ങനെ ഇറച്ചി പാകം ചെയ്യേണ്ട ആവശ്യമില്ല. പരിപ്പ് മാത്രം കഴിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് വേണ്ടി ഇറച്ചിക്കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവർക്ക് വീട്ടിൽ ചിലപ്പോൾ പരിപ്പ് കറി ലഭിക്കാറില്ലായിരിക്കാം. എന്നാൽ മറ്റുള്ളവർ ഇറച്ചിയോ അതുപോലെ പുലാവ്, ഇറച്ചി ചോറോ കഴിക്കുന്നത് കാണുമ്പോൾ അവർക്കും അതൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടാകും. അത് ലഭിക്കാത്ത പക്ഷം അവരുടെ മനസ്സ് തളരുന്നതാണ്. അങ്ങനെ അതിഥിയുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാകരുത്. അതായത് കുറച്ച് അതിഥികളെ നിങ്ങളൊരു ഭാഗത്ത് ഇറച്ചി കഴിപ്പിക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരോട് പരിപ്പ് കറി കഴിക്കാൻ പറയുന്നു. അത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനുയായികൾ ദരിദ്രരായാലും സമ്പന്നരായാലും അവരോട് എനിക്ക് ഒരുപോലെയുള്ള ബന്ധമാണുള്ളത്. അതിനാൽ ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഇറച്ചിക്കറി ആയാലും ഇറച്ചിച്ചോറായാലും എന്ത് തന്നെ ആയാലും ഒരുപോലെ കൊടുക്കുക. പരിപ്പാണുള്ളതെങ്കിൽ പരിപ്പ് എല്ലാവർക്കും സമമായി കൊടുക്കുക. സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പരിപ്പാണ് കഴിപ്പിക്കേണ്ടി വരുന്നതെങ്കിൽ അത് എല്ലാവർക്കും പരിപ്പ് തന്നെ കൊടുക്കുക. അല്ലാതെ ചിലർക്ക് ഇറച്ചിക്കറി കൊടുക്കുകയും ചിലർക്ക് പരിപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഇതായിരുന്നു ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ രീതി. അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയും അദ്ദേഹത്തിൻ്റെ ഉപദേശിക്കുന്ന രീതിയും ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിഥി സൽക്കാരത്തിൻ്റെ നിലവാരവും രീതിയും ഇപ്രകാരമായിരുന്നു. ഹദ്റത്ത് ചൗധരി അബ്ദുർ റഹീം സാഹിബും അതുപോലെ വിവരിക്കുന്നു, ഒരിക്കൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാം എനിക്ക് 500 രൂപ നൽകി. പറഞ്ഞു, ജലസയുടെ ക്രമീകരണം നിങ്ങളുടെ ചുമതലയിലാണ്. എന്നാൽ ഓർക്കുക, എല്ലാ സുഹൃത്തുക്കളോടും ഒരുപോലെ പെരുമാറാൻ പാടുള്ളൂ. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് തയ്യാറാക്കി കൊടുക്കേണ്ടത്. സാധാരണ അവസ്ഥകളിൽ വ്യത്യസ്ത ഭക്ഷണങ്ങൾ പാകം ചെയ്യാറുണ്ട്. ആളുകളെ അനുസരിച്ച് സാധാരണ ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ഒരേ ഭക്ഷണം മാത്രമേ പാകം ചെയ്യപ്പെടുകയുള്ളൂ എന്നാൽ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ചു. ഹക്കീം ഫസലുദ്ദീൻ സാഹിബിനാണ് കൂടുതൽ ഈ കാര്യത്തിൽ പരിചയസമ്പന്നതയുള്ളത്. അദ്ദേഹത്തിന് ഈ ചുമതല ഏൽപ്പിക്കുക എന്ന് ചിലർ നിർദ്ദേശിച്ചു. കാരണം അദ്ദേഹത്തിന് കൂടുതൽ മികച്ച രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ മസീഹ് ഇസ്ലാം മറുപടി ഒന്നും നൽകിയില്ല. ചൗധരി അബ്ദുർ റഹീം സാഹിബിനോട് തന്നെ പറഞ്ഞു ക്രമീകരണങ്ങൾ നടത്താൻ വേണ്ടി. അദ്ദേഹം പറയുന്ന ആ സമയത്ത് ഖാജ കമാലുദ്ദീൻ സാഹിബിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ചോറുണ്ടാക്കി തരണം. കാരണം മസീഹ് ഇസ്ലാം
ഭക്ഷണത്തിൻ്റെ സംവിധാനം താങ്കളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കണം എന്നാണ് മസീഹ് ഇസ്ലാമിൻ്റെ കൽപ്പന. അതിനാൽ ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം അതിനുവേണ്ടി അനുവാദം വാങ്ങി വരേണ്ടി വരും. ഖാജ സാബ് പറഞ്ഞു, ചോറിന് എന്ത് അനുവാദം വാങ്ങിക്കാനാണുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ മസീഹ് ഇസ്ലാമിൻ്റെ അനുവാദമില്ലാതെ ചോറിൻ്റെ ഒരു അന്നം പോലും എനിക്ക് നൽകാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ കുപിതനായി പറയുന്നു, ഇവിടെയുള്ള കാലത്തോളം അദ്ദേഹം എന്നോട് ഇക്കാര്യത്തിൽ പിണക്കത്തിൽ തന്നെയായിരുന്നു. എന്തായാലും അതിഥികളും ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലങ്കറിൻ്റെ ക്രമീകരണത്തിന് കീഴിൽ പാകം ചെയ്യപ്പെടുന്ന ഭക്ഷണം അത് എന്തായാലും കിട്ടുന്നത് എന്തായാലും വളരെ ക്ഷമയോടെ, വളരെ കൃതജ്ഞതയോടെ കഴിക്കേണ്ടതുണ്ട്. നിങ്ങളിവിടെ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആത്മീയ വിരുന്ന് കരസ്ഥമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആത്മീയ വിരുന്നിൻ്റെ നേർക്കായിരിക്കണം കൂടുതൽ ശ്രദ്ധയുണ്ടാവേണ്ടത്. ഭക്ഷണത്തിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ പോലും അത് സഹിക്കേണ്ടതാണ്. യാതൊരുവിധ പ്രത്യേക ഡിമാൻഡുകളും ആവശ്യങ്ങളും നിങ്ങൾ ഉന്നയിക്കരുത്. ചില ആളുകൾ വളരെയധികം ആവശ്യങ്ങൾ ഉന്നയിച്ചില്ലെങ്കിൽ പോലും അതൊന്നും ചോദിക്കാതെ മാർക്കറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അവിടെ വളരെ വൈകുവോളം കടകൾ തുറന്നിട്ടുണ്ടാകും, അവിടെ കഴിച്ചു കൂട്ടും. അപ്പോൾ സംഘാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വളരെ വരണ്ടതാണ്. അതുകൊണ്ട് പുറത്ത് ഒരുപാട് നേരം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. അതുപോലെ തന്നെ ഈ അത്യുഷ്ണം കാരണം ചില വകുപ്പുകൾ തങ്ങളുടെ ജോലി പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിനാൽ പൂർണ്ണമായ മേൽനോട്ടം അവിടെ ഉണ്ടാകുകയില്ല. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ സുരക്ഷിതമല്ലാതായി തീരുന്നു. അതിനാൽ അതിഥികളും ഈ കാര്യം ശ്രദ്ധിക്കുക. ഈ 3 ദിവസങ്ങൾ എന്ത് ലഭിച്ചാലും ക്ഷമയോടും നന്ദിയോടും കൂടി കഴിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും നടത്താതിരിക്കുക. ഇതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഭക്ഷണം ഒരിക്കലും പാഴാക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്നത് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് കഴിക്കാൻ പാകത്തിലുള്ളത് മാത്രമായിരിക്കണം. അധികം ഭക്ഷണം എടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. യഥാർത്ഥത്തിലുള്ള കാര്യം ആത്മീയമായ ഭക്ഷണമാണ്. ഈ ഒരു ഉദ്ദേശത്തോടെയാണ് നാം ജലസയിൽ വന്നിട്ടുള്ളത്. നമ്മളിവിടെ നമ്മുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആഹാരം കൃത്യമായി ലഭിക്കുന്നുണ്ട്, അത് തുടരുന്നതുമാണ്. 3 ദിവസം വരെ മനുഷ്യൻ ക്ഷമയോടെയും നന്ദിയോടും കൂടി ഭക്ഷണം കുറച്ച് കഴിച്ചാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ഷെയ്ഖ് സൈനുൽ ആബ്ദീൻ സാഹിബ് പറയുന്നു, മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അതിഥികൾക്കായി ഭക്ഷണത്തിൻ്റെ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. സാധാരണ അവസ്ഥകളിലും മസീഹ് ഇസ്ലാമിന് അതിഥികളുടെ സൽക്കാരത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ ഹാഫിസ് ഹാമിദ് അലി ഇപ്രകാരം വിവരിക്കേണ്ടായി, ജൽസസാലയുടെ അവസരമായിരുന്നു എന്ന് തോന്നുന്നു. ചോറിൻ്റെ 4 വലിയ കലങ്ങൾ പാകം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 4 വലിയ കലങ്ങളിൽ ചോറ് വെക്കുക എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിൽ 2 മധുരച്ചോറായിരുന്നു, സർദിയായിരുന്നു, 2 പുലാവ് അഥവാ ഇറച്ചിച്ചോറായിരുന്നു. ഒരു ദിവസം മസീഹ് ഇസ്ലാം രാവിലെ തന്നെ ലങ്കർ ഖാനിൽ പോയി അവിടുത്തെ പാചകക്കാരനോട് പറഞ്ഞു, മൂടി മാറ്റൂ, ഞാനൊന്ന് ചോറ് പരിശോധിക്കട്ടെ. അയാൾ മൂടിയെടുത്തു. മസീഹ് ഇസ്ലാമിന് അതിൻ്റെ മണം അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ ചീഞ്ഞ നാറ്റം ഉണ്ടെന്ന് തോന്നി. മസീഹ് ഇസ്ലാം മറ്റു കലങ്ങളും ചെക്ക് ചെയ്തു. പറഞ്ഞു, ഈ സർദയുടെ 2 കലങ്ങളും ശരിയായിട്ടില്ല. അവ ഓവിലേക്ക് വലിച്ചെറിയുക, പുറത്ത് കളയുക. ഇത് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് അതിൻ്റെ സുഗന്ധം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അതിൽ രുചി വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗന്ധമാണ് അതിൽ നിന്ന് വരുന്നതെങ്കിൽ പിന്നെ അതിഥികൾക്ക് എങ്ങനെ ഇത് ഇഷ്ടപ്പെടും? അതിനാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വസ്തു അതിഥികൾക്ക് കഴിപ്പിക്കാൻ കൊടുക്കാൻ സാധ്യമല്ല. അതിനാൽ ഇത് പുറത്ത് ഡാബിലേക്ക് ഓവിലേക്ക് വലിച്ചെറിയുക, അത് നശിപ്പിക്കുക. അവിടെ അത് മൃഗങ്ങളും വല്ലതും വന്ന് തിന്നുകൊള്ളും. ഇതായിരുന്നു മസീഹ് ഇസ്ലാമിൻ്റെ സൂക്ഷ്മത. അതിനാൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഡ്യൂട്ടിയുള്ള പ്രവർത്തകരും ഈ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വളരെ ചൂടുള്ള കാലാവസ്ഥയാണ്, ഉഷ്ണമാണ്. ഞാൻ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ഈ നിലയുള്ളതായിരിക്കണം. ഭക്ഷണം ശരിയായി സൂക്ഷിക്കുകയും ദീർഘനേരം കിടക്കാതിരിക്കുകയും, പ്രത്യേകിച്ച് പരിപ്പ് പോലെയുള്ളവ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നതാണ്. അത് ദീർഘനേരം വെച്ചുകൊണ്ട് അതിഥികൾക്ക് കഴിപ്പിക്കരുത്. അക്കാര്യം ശ്രദ്ധിക്കുക. ഭക്ഷണം നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രം വിതരണം ചെയ്യുക. അതുപോലെ മറ്റു വകുപ്പുകളുണ്ട്. അവിടെയും ഓരോ വകുപ്പിലെയും പ്രവർത്തകർ അതിഥികളുടെ
സൗകര്യത്തിനായി സാധ്യമാകുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കണം. ശുചിമുറികളുടെ ശുചീകരണ വിഭാഗമാകട്ടെ, ട്രാഫിക് വകുപ്പാകട്ടെ, പാർക്കിങ്ങിൻ്റെ സംവിധാനമാകട്ടെ, സുരക്ഷാ സംവിധാനമാകട്ടെ, അതൊക്കെ തന്നെ വളരെ സൂക്ഷ്മത ഉണ്ടാകണം, സെക്യൂരിറ്റി ഉണ്ടാകണം ആളുകളോട്. എന്നാൽ അതേസമയം സൂക്ഷ്മതയോടും ബഹുമാനത്തോടും കൂടി ആളുകളോട് പെരുമാറണം. അതിഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. തങ്ങളോട് പരുഷമായി ഇവർ സംസാരിച്ചു എന്ന് തോന്നുന്ന തെറ്റായ രീതിയിലുള്ള പെരുമാറ്റം സെക്യൂരിറ്റി ഡ്യൂട്ടിക്കാരും ചെയ്യരുത്. അതിനാൽ നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ജൽസഗാഹിനുള്ളിൽ പോലും നിശബ്ദത പാലിക്കാനുള്ള ഏർപ്പാടുണ്ട്, ഡിസിപ്ലിനുള്ള ഏർപ്പാടുണ്ട്. അച്ചടക്കം നിലനിർത്തുന്നതിനായി സൂക്ഷ്മതയോട് പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതുപോലെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന അതിഥികളോടും എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, യാത്രാ ക്ലേശങ്ങൾ സഹിച്ച് ഇവിടെ നമ്മൾ ഒത്തുകൂടുമ്പോൾ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇന്നത്തെ കാലത്തെ യാത്ര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ അത്ര അധികമില്ല. എങ്കിലും യാത്ര എന്നത് യാത്ര തന്നെയാണ്. ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജലസയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന കാര്യം എപ്പോഴും അവരുടെ ഓർമ്മയിലുണ്ടാകണം. ജലസയുടെ ഈ 3 ദിവസങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ജലസയുടെ പരിപാടികൾ കൃത്യമായി കേൾക്കണം എന്ന കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഈ 3 ദിവസങ്ങൾ അങ്ങും ഇങ്ങും നടന്ന് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കറങ്ങി നടന്ന് കളയാനുള്ളതല്ല. മറിച്ച് ജലസയുടെ പരിപാടി തുടങ്ങുമ്പോൾ ഉടൻ തന്നെ ജൽസയുടെ പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കുക. സ്ത്രീകൾ അവരുടെ ഭാഗത്തേക്ക്, പുരുഷന്മാർ അവരുടെ ഭാഗത്ത്, കുട്ടികളുടെ പ്രത്യേക ഭാഗമുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ പ്രത്യേകം ആളുകൾക്കുള്ള പ്രത്യേക ക്രമീകരണം എവിടെയാണോ ഉള്ളത് അവിടെ അവർ എത്തേണ്ടതുണ്ട്, അവിടെ സന്നിഹിതരാകേണ്ടതുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് വളരെ അച്ചടക്കത്തോടെ ജൽസ പൂർണ്ണമായും ശ്രവിക്കണം. അതുപോലെ കുട്ടികളോടൊപ്പം ഇരിക്കുന്നതിനായി സ്ത്രീകൾക്ക് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിൽ തന്നെ സ്ത്രീകൾ കുട്ടികളുമായി ചെല്ലുകയും വളരെ നിശബ്ദരായി ഇരുന്നുകൊണ്ട് ജലസ കേൾക്കുകയും ചെയ്യണം. കുട്ടികളോടൊപ്പം ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള അനുവാദമുണ്ട് എന്നല്ല. കുട്ടികളെ മിണ്ടാതിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയേണ്ടി വന്നാൽ പറയുക. ചെറിയ കുട്ടി കരഞ്ഞ് നിലവിളിച്ചാൽ മിണ്ടാതിരിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. എന്നാൽ മാതാക്കൾ പരസ്പരം സംസാരിച്ചു തുടങ്ങിയാൽ ആകെ കൂടി ബഹളമുണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത്. കാരണം അത് അവിടെ ഇരിക്കുന്ന മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കുട്ടികൾ കുറച്ചേ ബഹളം വെക്കാറുള്ളൂ, സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്ന നിരവധി പരാതികൾ വരാറുണ്ട്. തങ്ങൾ കുട്ടികളുടെ പന്തലിലാണുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, അതിന് അനുവാദമുണ്ടെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇത് അനുവദനീയമല്ല. കുട്ടികളില്ലാത്ത മറ്റാളുകൾക്ക് സുഗമമായി ജൽസ കേൾക്കാനും കുട്ടികളുടെ മാതാക്കൾക്കും സുഖമായി ഇരുന്ന് കേൾക്കാനും വേണ്ടിയാണ് ഇത്തരം ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഉള്ളത്. അതിനാൽ സാധ്യമാകുന്നിടത്തോളം പരമാവധി സംസാരം കുറക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ ജൽസയുടെ പരിപാടിക്കിടെ മാർക്കറ്റുകൾ ഒക്കെ ആ സമയത്ത് അടച്ചിട്ടുണ്ടാകും. എങ്കിലും സാധാരണ സമയത്ത്, മറ്റു സമയത്ത് മാർക്കറ്റ് തുറന്നിരിക്കുന്ന സമയത്ത് അവിടെയും അതിഥികൾ പോകുമ്പോൾ അച്ചടക്കം പാലിക്കാനും വളരെയധികം സൂക്ഷിച്ച് പെരുമാറാനും ശ്രദ്ധിക്കണം. അവിടെ അന്തരീക്ഷം വഷളാകുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. വളരെ ക്ഷമയോടെ, വളരെ ധൈര്യത്തോടെ, സഹനത്തോടെ തങ്ങളുടെ സാധനങ്ങൾ വാങ്ങാനുള്ള ക്രമീകരണം ഉണ്ടാകണം. ചിലപ്പോൾ വളരെയധികം തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു കടയായിരിക്കും ഉണ്ടാകുക, ഒരു സ്റ്റാളായിരിക്കും, അതിലെല്ലാവരും ഉണ്ടാകും. അതുകൊണ്ട് അവിടെ താമസം നേരിടാം. എങ്കിലും അത്തരം അവസ്ഥകളിലും ക്ഷമയോടും വളരെ ധൈര്യത്തോടും സഹിഷ്ണുതയോടും കൂടി പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾ ജലസയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരായി മാറുന്നത്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം അഹമ്മദികളെ കുറിച്ചുള്ള എന്ത് പ്രതീക്ഷയാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മസീഹ് ഇസ്ലാം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: തഖ്വ അഥവാ ദൈവഭക്തി സൂക്ഷ്മത പാലിക്കുന്നവരും നന്മകൾ പ്രവർത്തിക്കുന്നവരുമായി തീരുക. കാരണം തഖ്വ കൂടാതെ അള്ളാഹു ഒരിക്കലും തൃപ്തനാകുന്നതല്ല. അതിനാൽ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഈ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമായിരിക്കേണ്ടത്. തഖ്വ കൈക്കൊള്ളുക, അതിനായി നിശബ്ദരായിരുന്നു കൊണ്ട് ജലസ കേൾക്കുക. സ്ത്രീപുരുഷന്മാർ എല്ലാവരും ഇത് ചെയ്യണം. ഈ ലക്ഷ്യം കൈവരിക്കുമ്പോഴാണ് ജലസയിൽ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും, ഇവിടെ പ്രഭാഷണങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ജലസ സംഘടിപ്പിക്കപ്പെടുന്നത് അതിൽ നിന്നും
നിങ്ങൾക്ക് പ്രയോജനം നേടാൻ കഴിയുകയുള്ളൂ. ഇതിനായി ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും പരസ്പരം സ്നേഹത്തോടും വളരെ പരസ്പരം ശ്രദ്ധയോടും കാണുക, കൂടിക്കാഴ്ച നടത്തുക, എല്ലാവരും അപ്പുറപ്പുറം സലാം പറയുക. സലാം എന്ന സമ്പ്രദായത്തിന് പ്രചാരം നൽകുക. ജൽസയിൽ എല്ലാ ഭാഗത്തും അസ്സലാമു അലൈക്കും എന്ന ശബ്ദത്താൽ അന്തരീക്ഷം മുഖരിതമായിരിക്കണം. ജൽസയുടെ പരിപാടികൾ അവസാനിച്ച ശേഷവും പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടു കൂടി കാണുക. മുമ്പ് എന്തെങ്കിലും പിണക്കങ്ങളുണ്ടായി അതൊക്കെ ദൂരീകരിക്കുക. അസ്വസ്ഥത ഉണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും നമ്മൾ ഉണ്ടാക്കരുത് എന്നതിന് ശ്രദ്ധിക്കുക. ചില ആളുകളിൽ അത്ര സഹിഷ്ണുത ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. 100% ആളുകളും ക്ഷമയും സഹിഷ്ണുതയും ഉള്ളവരാകണമെന്നില്ല. ചില ആളുകൾ വളരെ അസഹിഷ്ണുത ഉള്ളവരായിരിക്കാം. ക്ഷമാശീലം വളരെ കുറവായിരിക്കും. എങ്കിലും ഈ ദിവസങ്ങളിൽ തഖ്വയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് അവർ തങ്ങളുടെ സഹിഷ്ണുതയുടെ അളവ് വർദ്ധിപ്പിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. വ്യക്തിപരമായ പിണക്കങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഈ വ്യക്തിപരമായ പിണക്കങ്ങൾ ഇവിടെയുള്ള അന്തരീക്ഷത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിനുള്ള കാരണമാക്കാതിരിക്കുക. അതുപോലെ സംഘാടകരെ ബുദ്ധിമുട്ടിലാക്കാതിരിക്കുക. ഏത് സൽക്കർമ്മത്തിന് വേണ്ടിയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതെന്ന് എപ്പോഴും ഓർക്കുക. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നതിന് പ്രയോജനമൊന്നും ഉണ്ടാകില്ല. ഇവിടെ നമസ്കാരത്തിനുള്ള സംവിധാനം കൃത്യമായി ഉണ്ട്. എന്നാൽ ഇവിടെ ദീർഘകാലം താമസിക്കുന്നവർ, ജമാഅത്തിൻ്റെ താമസ സ്ഥലങ്ങളിൽ കഴിയുന്നവർ ജൽസയ്ക്ക് ശേഷം നമസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്യമായ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ബാജമാത്തായി നമസ്കരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. ഇവിടെ ടെൻറ്റുകളിലുണ്ട്, അല്ലെങ്കിൽ പന്തലുകളിൽ താമസിക്കുന്ന എല്ലാവരും ഈ 3 ദിവസങ്ങളിൽ തഹജ്ജുദ് ഉണ്ടാകാറുണ്ട്. തഹജ്ജുദിൻ്റെ സമയത്ത് വിളിച്ചുണർത്തുമ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് ഇതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. 5 നേര നമസ്കാരങ്ങളിൽ കൃത്യത പാലിക്കേണ്ടത് കാര്യം ഒരു ഭാഗത്ത്, അതെന്തായാലും ചെയ്യണം. എന്നാൽ തഹജ്ജുദ് അനുഷ്ഠിക്കാനും പ്രത്യേകമായി ശ്രമിക്കണം. കാരണം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത്, ഇത് തന്നെയാണ് ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിനുള്ള മാർഗം. ഇത് കൈവരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നവരായി മാറുന്നതാണ്. അതുപോലെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലേക്കും ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പാർക്കിങ്ങിൽ സംഘാടകർ ഏത് രീതിയിലാണോ മാർഗനിർദ്ദേശം നൽകുന്നത് അതനുസരിച്ച് കാറുകൾ പാർക്ക് ചെയ്യുക. പരിശോധനാ വേളയിൽ കാറുകളും മറ്റും പരിശോധന നടക്കുന്നിടത്തും വലിയ ക്യൂ ആണുള്ളതെങ്കിൽ അവിടെയും ക്ഷമയോടെയും സ്ഥൈര്യത്തോടും കൂടി സ്വന്തം ഊഴത്തിനായി കാത്തു നിൽക്കുകയും ചെക്കിങ്ങിന് ശേഷം മാത്രം വരികയും ചെയ്യുക. തിടുക്കം കൂട്ടരുത്. ആതിഥേയർക്ക് വേണ്ടിയോ അതുപോലെ സംഘാടകർക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കരുത്. അതുപോലെ അതിഥികളും ഡ്യൂട്ടിയുള്ളവരും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് രാജ്യത്തെ സാഹചര്യങ്ങൾ മുൻനിർത്തി അന്യരിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിലക്കുന്ന വിദ്വേഷവും ശത്രുതയും കണക്കിലെടുത്ത് എപ്പോഴും ചുറ്റുപാടും നിരീക്ഷിക്കുക. അതുപോലെ തന്നെ ജാഗ്രത പുലർത്തുക. ഏതെങ്കിലും സംശയകരമായ വസ്തുവോ വ്യക്തിയോ കണ്ടാൽ ഉടൻ തന്നെ സംഘാടകരുമായി ബന്ധപ്പെടുക. ജൽസയിൽ ഇരുന്നു കൊണ്ടും പരസ്പരം ശ്രദ്ധ വെക്കുക, ജാഗ്രത പാലിക്കുക. അതുപോലെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ വളരെ അത്യുഷ്ണമുള്ള ഒരു വരണ്ട കാലാവസ്ഥയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, തീ പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരു തരത്തിലുള്ള തീയും കൊടുക്കരുത്, കത്തിക്കരുത്. തീപ്പെട്ടിക്കോലും കത്തിക്കരുത്, തീപ്പെട്ടിക്കൊള്ളിയും കത്തിക്കരുത്. വല്ല ആവശ്യം അത്തരത്തിലുള്ളത് വരികയാണെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനായുള്ള സംവിധാനം ചെയ്തിട്ടുള്ള സ്ഥലത്ത് പോവുക. അവിടെ തീ കത്തിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ എല്ലായിടത്തും അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് ഉള്ള തീപ്പൊരികളിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം അത് അപകടങ്ങൾക്ക് വഴിവെക്കും. അതുപോലെ ഞാൻ ഇന്നലെ ഇവിടെ ഡ്യൂട്ടിക്കാരോടും പറഞ്ഞിരുന്നു, പഴയ കാറുകളുള്ളവരുണ്ടാകും, അവരും ശ്രദ്ധിക്കുക. പഴയ കാറുകളിലുള്ള നിരവധി അതിഥികളുണ്ട്. അവയുടെ എൻജിനുകൾ പെട്ടെന്ന് ചൂടാകാറുണ്ട്. പുല്ലുള്ള സ്ഥലത്താണ് അവ നിർത്തിയിട്ടത് എങ്കിൽ അവിടെ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ ചില കാറുകളിൽ നിന്നും, പഴയ കാറുകളിൽ നിന്നും എണ്ണ ചോരാറുണ്ട്. അതിനാൽ അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാറിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിനാൽ സുരക്ഷിതമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുക എന്ന് അഡ്മിനിസ്ട്രേഷനോട് പറയണം. അതുപോലെ തന്നെ ഹൈജീനിക്കിൻ്റെ കാര്യവും ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുക. ടോയ്ലറ്റുകളുടെയും മറ്റും ശുചീകരണം ഉറപ്പാക്കാൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശുചിമുറികൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളും അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പുറത്തു വരിക. അല്ലാതെ വെള്ളം തറയിലൂടെ ഒഴുകി പരക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവിടെ അലങ്കോലമായി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്.
ഹദീസ് അനുസരിച്ച് ശുചിത്വത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് കാര്യം അതിഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈമാന്റെ ഭാഗമാണ് ശുചിത്വം. നാം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഈമാൻ വർദ്ധിപ്പിക്കാനാണല്ലോ. അതിനാൽ ശുചിത്വത്തിന്റെ ഭാഗത്തെയും ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും സ്വയം തന്നെ ഒരു പ്രവർത്തകനായി കണക്കാക്കുകയും അന്തരീക്ഷം ശുചിത്വമുള്ളതായി തീരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഈമാന്റെ നിലവാരം ഉയർത്തുന്നതിന് നേരത്തേക്ക് പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. പ്രത്യേകിച്ച് സിക്റിയിലായി ദൈവസ്മരണക്ക് കൂടുതൽ ഊന്നൽ നൽകുക. ഒഴിവ് സമയങ്ങളിൽ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അനർത്ഥമായ വ്യർത്ഥമായ വർത്തമാനങ്ങളിലും സംസാരങ്ങളിലും ഏർപ്പെടുന്നതിന് പകരം ദൈവസ്മരണയിലോ ദീനി ചർച്ചകളിലോ ഏർപ്പെടുക. അതുപോലെ ഈ ദിവസങ്ങളിൽ ചില എക്സിബിഷനുകളുമുണ്ട്. അവ കാണുന്നതിന് നിങ്ങൾ പോവുക. വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടി അവ കാണുക. ഇത് നിങ്ങൾക്ക് വളരെ ഫലപ്രദമായിരിക്കും. വൈജ്ഞാനികമായ പ്രയോജനങ്ങൾ നൽകും. ദീനിപരമായ നിലയിൽ പ്രയോജനപ്രദമാണ്. അതിനാൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജൽസയിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം ഉൾക്കൊള്ളുന്നവരായി മാറും. അള്ളാഹു നിങ്ങൾ എല്ലാവരെയും ഈ ജൽസയിൽ എല്ലാവിധേനയും ദീനിപരമായും ആത്മീയപരമായ നിലയും പ്രയോജനം നേടുന്നവരാക്കി തീർക്കുമാറാകട്ടെ. വൈജ്ഞാനികമായ നിലയിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. ജൽസയുടെ ബറക്കത്തുകൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും അതുപോലെ വരും തലമുറകളുടെ ജീവിതത്തിൻ്റെയും സ്ഥിരം ഭാഗമായി മാറട്ടെ. നിങ്ങൾ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ആഗമന ലക്ഷ്യം പൂർത്തീകരിക്കുന്നവരുമായി തീരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകിട്ട് ജൽസയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. ആ പ്രഭാഷണവും അതുപോലെ മറ്റ് പ്രഭാഷകരുടെ എല്ലാ പ്രഭാഷണങ്ങളും നിങ്ങൾ വളരെ സശ്രദ്ധം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.